ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയ സംഘടന നവോദയ വിദ്യാലയ സമിതിയിലേക്ക് TGT, PGT, PRT ആൻഡ് നോൺ ടീച്ചിങ് NT ഇതിലേക്കുള്ള വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പം അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അപ്ഡേഷനുകൾ ദയവായിട്ട് ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് സമയം നീണ്ടുപോയേക്കാം. അതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതിനുശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് സിലബസ് ഡിസ്ക്രിപ്ഷനും ടയർ 1ന്റെ സിലബസ് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഓൺലൈൻ വഴി ഇത് അപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും അടുത്തതായിട്ട് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. എപ്പോൾ പറഞ്ഞാലും നിങ്ങളത് കേൾക്കാത്ത കാര്യങ്ങളാണ്, എന്നാലും ദയവായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ, പഠിക്കുവാൻ തയ്യാറായിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് കേൾക്കുക. ഓക്കെ, അപ്പൊ അതില് പറയാനായിട്ടുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 2-3 അല്ല, 4-5 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുങ്ങുക. ഓക്കെ, ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ എല്ലാവരിലേക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക്, നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ദയവായിട്ട് ഷെയർ കൊടുക്കുക. കാരണം ഒരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവര്, ടീച്ചർ ആവാൻ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നവര്, ഇത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഇത് എത്തട്ടെ തീർച്ചയായും. കാരണം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ പറഞ്ഞതാണ്. കുറെ പേര് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരും സെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ടാണ് വിളിച്ച് അന്വേഷിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥ വരാതിട്ട് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഷെയർ ചെയ്യുക. രണ്ടാമതായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വിട്ടാലും മതി. ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് ചിലവില്ലല്ലോ. ഓക്കെ, നമുക്കിത് റവന്യൂ ഉള്ളത് അങ്ങനെ അത്രയും റീച്ചുള്ള ചാനലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് KVS NVSന്റെ ഏജ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളെല്ലാം, ഇതിന് കറക്ഷൻ വിൻഡോ ഉണ്ടോ, ഇതിന് സബ്ജക്ട് മിനിമം വായിക്കണമോ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മലയാളം TGT അപ്ലൈ ചെയ്യാൻ എന്താണ് യോഗ്യത, ഇനി TGT PGT കമ്പ്യൂട്ടർ സയൻസിന് BEd വേണമോ, അതായത് CTET വേണമോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പഠിച്ച് ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർച്ചയായിട്ട് മുന്നോട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ഇവിടെ പറയുന്നത് തന്നെ, പറയുന്നത് തന്നെ, യു ഡോണ്ട് ഹാവ് ടു ബി എ ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ് എന്നുള്ള വാക്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പറയാനുള്ളത്, ഇത് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ബാച്ചിന്റെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ EMRSന്റെ ബാച്ച് ഓൾറെഡി ഓൺഗോയിങ് ആണ്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ KVSന്റെയും അതുപോലെ തന്നെ NVSന്റെ ബാച്ചസുകൾ ആരംഭിച്ചിട്ടുണ്ട്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ എല്ലാ ബാച്ചസും, അതായത് TGT, PGT, PRT ഓൾ സബ്ജക്ട്, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് ഓൾ കാറ്റഗറി എല്ലാം കോച്ചിങ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് കൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 100% ഷോട്ട് തരുന്നു. അതോടൊപ്പം തന്നെ ഫുള്ള് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പിന്നെ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ ചാനലുകളിലേക്ക് നോട്ട്സുകൾ, ഇതിന്റെയൊക്കെ ഫുള്ള് PDF നോട്ട്സുകൾ, പ്രാക്ടീസ് സെഷൻ ക്വസ്റ്റ്യനുകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസുകൾ എല്ലാം അഡ്വാൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളും അതിനോടൊപ്പം വരുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് അന്വേഷിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഇനിയൊരു കാര്യം, ഇനി ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താഴെ വന്ന് കമന്റ് ചെയ്യരുത്. ദയവായിട്ട് വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുക, അത് മറുപടി നൽകുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യം പറയാനുള്ള കാരണം, ഞാൻ നിങ്ങൾ അയക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ച്, നമ്പർ തരുന്നവർക്ക് അങ്ങോട്ട് വിളിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ കാണാതെ വന്നിട്ട് ജസ്റ്റ് വന്നിട്ട് അടി വന്ന് കമന്റ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ, അതിൽ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് ആദ്യം 1-2 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തിട്ട് അടി പോയി ഉടനെ കമന്റ്സ് ഇട്ടിട്ട് ഓടുന്ന കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ചെയ്യരുത്. ദയവായിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടയർ 1, നമുക്കിപ്പോ ടയർ 1 ടയർ 2 എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ടാണ് എക്സാം വിളിക്കുന്നത്. ടയർ 1, ടയർ 2 ആൻഡ് ഇന്റർവ്യൂ. അങ്ങനെ വേണമെങ്കിൽ 3 ടയർ എന്ന് പറയാം. 2 ടയർ അല്ല, 3 ടയർ എക്സാംസ് ആണ്. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ ചെയ്തിരിക്കുന്നത് 14 തീയതി മുതലാണ്. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് December 4 തീയതിയാണ്. ഫീ, അതായത് നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ട ഓപ്പണിംഗ് ഡേറ്റ് 14 തീയതിയും ഫീസ് അടയ്ക്കേണ്ടത് 4 തീയതിയുമാണ്. ഇതിൽ കറക്ഷൻ ഡേറ്റ് ഇല്ല.
കറക്ഷൻ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. ചിലപ്പം ഏജിന്റെ എൻഡിൽ നിൽക്കുന്നവർക്ക് ആ അവസരം നഷ്ടപ്പെടും, പിന്നെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് കേട്ടതിന് ശേഷം മാത്രം, ഇത് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ഒരുങ്ങുക. ഓക്കെ, അപ്പൊ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ, അവസാന തീയതി 4-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചാടിത്തുള്ളി കയറി അപ്ലൈ ചെയ്യാതെ OBC കാറ്റഗറിക്കാര് NCL സർട്ടിഫിക്കറ്റ് വേണം. OBCക്ക് NCL സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ EWS കാറ്റഗറിക്കാര് അവർക്ക് EWSന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇത് നിങ്ങൾ വാങ്ങിക്കണം. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണം. ഇനി അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സാറേ എന്റെ പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റെയിൽവേ ടീച്ചറിന് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്, EMRSന് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ കാര്യം വഴിയെ ഞാൻ പറയാം. അത് വേണമോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങുക. കയ്യിലുള്ളവര് ഏത് ഡേറ്റിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങണ്ട എന്നുള്ള കാര്യം ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞു തരാം. ഓക്കെ, വാങ്ങിയ ശേഷം മാത്രം സാവധാനത്തിൽ വളരെ ഫ്രീ ആയിരിക്കുമ്പോൾ, മനസ്സ് നല്ല ശാന്തമായിരിക്കുന്ന സമയത്ത് പോയി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന നിങ്ങളുടെ പേരുകൾ പോലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ പലരും BTL സിസ്റ്റം ഇല്ലാത്തവര് അക്ഷയയിലോ മറ്റ് കമ്പ്യൂട്ടർ സെന്ററിലോ പോയി ഇരുന്നിട്ട് അവിടുത്തെ അണ്ണനോ ചേച്ചി ഇരുന്ന് ചെയ്യും. അവർക്ക് തോന്നിയതുപോലെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അടുത്തിരുന്ന് നിങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാത്തവർക്ക് പോയി ചെയ്യണ്ട. നിങ്ങളകത്ത് കയറ്റാത്തവരടുത്ത് അടുത്തിരുത്താത്തവർക്ക് പോയി ചെയ്യണ്ട. നിങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുക. ഓക്കെ, ഇനി ഈ ടയർ 1 എന്ന് പറയുന്നത് തീർത്തും നിങ്ങളുടെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ടയർ 2ലേക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ആണ്. ടയർ 2ന്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുമായിട്ട്, അവസാന റാങ്ക് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ ടയർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് വിൽ ബി സ്ക്രീനിങ് ടെസ്റ്റ് ടു ഷോർട്ട് ലിസ്റ്റ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ടയർ 2. അപ്പം ആദ്യം ഏകദേശം ഒരു 1.5 മാസത്തിനുള്ളിൽ ടയർ 1 നടക്കും. ഓക്കെ, ക്ലാസ്സുകളൊക്കെ അതിഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ട്രാക്ക് ചെയ്യാം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ടയർ 1 പാസ്സായി കഴിഞ്ഞാൽ ഏകദേശം 1-2 മാസത്തിനുള്ളിൽ ടയർ 2 നടക്കും. ഏകദേശം ഓഗസ്റ്റോട് കൂടി നിയമനവും നടക്കും. അപ്പൊ ടയർ 2 ആണ് ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പെസിഫൈ തരാം. ഇനി അതിൽ ടയർ 2ന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആണ്. 1:10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ ഒരു പോസ്റ്റ്, എക്സാമ്പിൾ ഞാൻ പറയാം, PGT ബയോളജിക്ക് ഒരു 10 പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു പോസ്റ്റ് എങ്കിൽ ടയർ 2 10 പേരെ എടുക്കും. അതായത് 10 പേരെ ടയർ 2ലേക്ക് ക്ഷണിക്കും. ടയർ 1ൽ നിന്ന് 1:10 മീൻസ് PGT ബയോളജിയിൽ 50 പേരുണ്ടെങ്കിൽ 500 പേരെ ടയർ 2ലേക്ക് ക്ഷണിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയാനുള്ള കാരണം, ഈ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ 10 പേരെ ടയർ 2ലേക്ക് ക്ഷണിക്കും. അതായത് 1 മുതൽ 10 വരെ എണ്ണപ്പോൾ 10ാമത്തെ ആളിന് മാർക്ക് 99 ആണെങ്കിൽ ടയർ 1ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 99 ആയി പോകും. മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കുക. ഏറ്റവും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എല്ലാവരും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത സംശയം എത്രയോ വീഡിയോ 100 വീഡിയോകൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, കേന്ദ്രീയ വിദ്യാലയ സങ്കലൻ, നവോദയ വിദ്യാലയ സമിതി, ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് വുമണിന്, ലേഡീസിന്, ഗേൾസിന്, പെൺകുട്ടികൾക്ക് 10 വർഷമാണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 കാറ്റഗറിയാണല്ലോ വരുന്നത്. 3 TGT, അതുപോലെ തന്നെ PGT, അതുപോലെ തന്നെ PRT, ഇങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. അതിൽ TGTയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ് ജനറലിന്. PGTയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ്. PRTയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഇത് ജനറലാണ്, വുമൺ അല്ല, ജെൻസ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതിനോടൊപ്പം 10 വർഷം കൂടി എക്സ്ട്രാ കിട്ടും. ഇതിനോടൊപ്പം 10 ഇയറും കൂടി എക്സ്ട്രാ കിട്ടും. അപ്പോൾ PRTയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ DLED പ്ലസ് DLED പ്ലസ് ഓർ TTC പ്ലസ് CTET 1 കാറ്റഗറി. ഇനി PGTയുടെ പ്രായപരിധി 10 കൂട്ടുമ്പോൾ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പെൺകുട്ടികളെ, ടീച്ചേഴ്സെ, നിങ്ങൾ PSCയുടെ പ്രായം കഴിഞ്ഞു എന്ന് വിലപിച്ചുകൊണ്ടിരിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ എക്സാം എഴുതാനായിട്ട് തയ്യാറാവുക. 50 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. PGക്കും B.Edനും 50% മാർക്ക് മാത്രം മതി. PG അതിൽ CTET വേണ്ട, KTET വേണ്ട, സെറ്റ് വേണ്ട, നെറ്റ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രമാണ് PGTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 50% മാർക്ക് മാത്രം മതി. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. വുമൻസ്, ഗേൾസ്, സ്ത്രീകൾക്ക്. ഇനിയെങ്കിലും മനസ്സിലാക്കുക ദയവായിട്ട്. അടുത്തെന്ന് പറയുന്നത് TGT ആണ്. TGTയുടെ പ്രായം നോർമൽ 35 പ്ലസ് 10 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് B.Ed ഉണ്ടായിരിക്കണം, പ്ലസ് CTET 2 ഉണ്ടായിരിക്കണം. CTET 2, B.Edഉം CTET 2. അപ്പൊ ലേഡീസിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആ പ്രായപരിധി നിശ്ചയിക്കുന്ന ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. SC ആണെങ്കിൽ കിട്ടും. OBC ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം, വിമനിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ എന്നുള്ള, വുമൻ എന്നുള്ള, ഗേൾ എന്നുള്ള, പെൺകുട്ടി എന്നുള്ള, സെക്സ് ഫീമെയിൽ എന്നുള്ള കാസ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, ജാതി മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ SC എന്നോ ST എന്നോ OBC എന്നോ EWS എന്നോ അങ്ങനെ ഒന്നുമില്ല പ്രായപരിധിക്ക്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇത് ഇത്രയും പറയാനുള്ള കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രായപരിധിയൊക്കെ നിൽക്കുന്നവര്
PSC എഴുതാൻ കഴിയാത്തവര് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുവാനായിട്ട് തയ്യാറാവുക. ഓക്കെ, ഇതാണ് ഈ ഏകലവ്യയുടെയും കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെയും നവോദയ വിദ്യാലയ സമിതിയുടെയും പ്രായവും ക്വാളിഫിക്കേഷൻസും എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. നെക്സ്റ്റ്, അപ്പം ഇത് റേഷ്യോ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നെഗറ്റീവ് മാർക്ക് 2-ലും ഉണ്ട് നെഗറ്റീവ് മാർക്ക്, ടയർ 1-ലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ടയർ 1-ല് നെഗറ്റീവ് മാർക്ക് 1/3 ആണ്. നിങ്ങളുടെ PSC പോലെ തന്നെ, കേരള PSC പോലെ തന്നെ 1/3 ആണ്. 3 ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ 1 മാർക്കല്ല, 3 ക്വസ്റ്റ്യന്റെ മാർക്കും പോവും, പ്ലസ് നെഗറ്റീവ് 1 മാർക്ക് കൂടി, മൊത്തം ടോട്ടൽ 6 മാർക്ക് അവിടെ നഷ്ടപ്പെടും. 1/3. ടയർ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് ടയർ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഉണ്ട്, അതിന്റെ കൂടെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് 60 മാർക്കിനും ഡിസ്ക്രിപ്റ്റീവ് 40 മാർക്കിനുമാണ്. ആ ഒബ്ജക്റ്റീവ് 60 മാർക്കിനുള്ളതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അവിടെ 1/3 അല്ല, 1/4 ആണ്. 0.25 മാർക്കാണ് പോകുന്നത്, 1 മാർക്കല്ല. മനസ്സിലാക്കിയിരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയേണ്ടത് ഫീസ് സ്ട്രക്ചർ. ഇതിന്റെ ഫീസ് നിങ്ങൾക്ക് EMRS അപ്ലൈ ചെയ്തപ്പോൾ ഗേൾസിന് ഓൺലി എല്ലാവർക്കും, അത് നമ്മൾ ഏജിന്റെ റിലാക്സേഷൻ പറഞ്ഞ പോലെ തന്നെ അവിടെ വുമൺ എന്നുള്ള കൺസിഡറേഷൻ മാത്രമേ ഉള്ളായിരുന്നു, വേറെ കാസ്റ്റോ കമ്മ്യൂണിറ്റി ഇല്ല. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗേൾസിനും എല്ലാവർക്കും ഫീസ് വേണം. അതിൽ ഫീസ് വേണ്ടാത്തവരാരെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഫീ പേയ്മെന്റ് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് സൂം ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഫീസ് എന്ന് പറയുന്നത് വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫീസ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് നോ എക്സാമിനേഷൻ ഫീ ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST PWBD എക്സ് സർവീസ്മാൻ കാറ്റഗറി ഓൺലി. അവർക്ക് ഓൺലി 500 രൂപ മാത്രം മതി, ബാക്കിയുള്ള എല്ലാവർക്കും ഫീ വേണം. TGT ആണെങ്കിൽ 1500 500 2000 രൂപ, ലൈബ്രറിയൻ ആണെങ്കിൽ 1500 500 2000 രൂപ, PRTക്കും 2000 രൂപ, PGTക്കും 2000 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുന്നവർ JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ജൂനിയർ ട്രാൻസ്ലേറ്റർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കും ജൂനിയർ ട്രാൻസ്ലേറ്റർക്കും 2000 രൂപയാണ് ഫീസ്. ബാക്കി ഞാൻ ഈ പറഞ്ഞ SSA എന്ന് പറയുന്ന സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 and 2, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് JSA, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇവർക്കെല്ലാം ഉള്ള ഫീസ് 1700 രൂപയുമാണ്. ഓക്കെ, അപ്പം ഫീസ് വേണ്ടാത്തത്, അതായത് എന്ത് ഫീസ്, നമ്മുടെ എക്സാമിനേഷൻ ഫീസ് വേണ്ടാത്തത് SC STക്കും PWDക്കും എക്സ് സർവീസ്മാൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കോമൺ ഫീസ് അടച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു, SC STക്കും PWBDക്കും എക്സ് സർവീസ്മാനും ഫീസ് വേണ്ടെന്നല്ല, അവർക്ക് 500 രൂപ അടയ്ക്കണം, അതായത് പ്രോസസ്സിംഗ് ഫീ വേണം. ഓക്കെ, റെഡി ആണെന്ന് കരുതുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. ആ കാര്യങ്ങളിൽ സംശയമില്ലെന്ന് കരുതുന്നു. ഇനി ഓക്കെ, ഇനി അടുത്ത നിങ്ങളിലേക്ക് വരുന്ന മറ്റൊരു സംശയം. ഞാൻ ഏജന്റിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അത് പലരും കഫേ ചെല്ലുമ്പോൾ അവർ തന്നെ പറയുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എന്താ അവകാശം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവരുടെ ഈ നോട്ടിഫിക്കേഷൻ ഈ പേജ് എടുത്ത് വായിച്ച് കാണിച്ചു കൊടുക്കണം. ഏത് പേജാണ്? ഈ പേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്ന ആ പേജിൽ ഇവിടെ കിടപ്പുണ്ട്. ABC C വുമൺ ഓൾ കാറ്റഗറി ഓൺലി ഇഫ് അപ്ലൈയിങ് ഫോർ PGTs TGTs ആൻഡ് ലൈബ്രറിയൻ ആൻഡ് PRT 10 years റിലാക്സേഷൻ, 10 വർഷം റിലാക്സേഷൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ കാറ്റഗറിക്കും, കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് അതിലേക്ക് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സംഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സൂം കൂടിപ്പോയി. ഓക്കെ, അടുത്ത സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് ഞാനിവിടെ പറഞ്ഞു നിങ്ങളോട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ പഴയ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് അത് പോരേ എന്ന് പറയുന്നവരോട് ഈ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ OBC കാറ്റഗറിയിൽപ്പെട്ട NCL സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്നവരോ കയ്യിലുള്ളവരോ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് 1 ജാനുവരി 1-നും 4 ഡിസംബർ 2025, അതായത് 2025 ജനുവരി 1-നും 2025 ജനുവരി 1-നും 4 ഡിസംബറിനും ഇടയിലുള്ള ഡേറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. OBC NCL കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരും പുതുതായിട്ട് വാങ്ങാൻ പോകുന്നവരും അറിയാൻ വേണ്ടി കേൾക്കുക. ജനുവരി 1 2025-നും 4 ഡിസംബർ 2025-നും ഇടയിൽ ഡേറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. കാരണം നമ്മുടെ കട്ട് ഓഫ് ഡേറ്റ് ഡിസംബർ 4 ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ കാറ്റഗറി EWS ആണ്. രണ്ടാമത്തെ കാറ്റഗറി EWSന്റെ കാര്യമാണ്. EWSന്റെ കാര്യം പറയുമ്പോൾ
രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് EWS ആണ്. EWSന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ EWS കണക്കാക്കുന്നത് സാമ്പത്തിക വർഷം അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1 ജനുവരി അല്ല, 1 ഏപ്രിൽ, 1 ഏപ്രിലിനും അതുപോലെ തന്നെ 4 ഡിസംബർ 2025 അതായത് 1 ഏപ്രിൽ 2025 1 ഏപ്രിൽ 2025 4 ഡിസംബർ 2025 ഇടയിലുള്ള ഡേറ്റ് ആയിരിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡേറ്റിനിടയിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പുതിയത് വാങ്ങണ്ട. ഇനി ഈ 2 സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ പറയുകയാണ്. ഈ 2 സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫോർ സെൻട്രൽ ഗവൺമെന്റ് ജോബ് പർപ്പസ് എന്ന് പറഞ്ഞു വേണം. ഫോർ സെൻട്രൽ ഗവൺമെന്റ് ജോബ് പർപ്പസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നിങ്ങൾ സാധാരണ സെറ്റിനൊക്കെ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ HSK ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ സ്റ്റേറ്റ് പർപ്പസിനുള്ളതാണ്. അത് പോരാ. നിങ്ങൾ നെറ്റിന് വാങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലാതെ സ്റ്റേറ്റ് പർപ്പസിനുള്ള സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ വേറൊരു കാറ്റഗറിക്കാർ ഇവിടെ ഒന്ന് സംശയം ചോദിക്കും, അതുകൊണ്ട് അവരുടെ കാര്യം കൂടെ പറഞ്ഞേക്കാം. SC/ST കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്നവരുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ലെങ്കിലും നിങ്ങളും സർട്ടിഫിക്കറ്റ് ഈ ഒരു കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ വാങ്ങി വെച്ചിരിക്കുക ഫോർ സെൻട്രൽ ഗവൺമെന്റ് ജോബ് പർപ്പസ് എന്നുള്ള ലെവലിൽ. ഈ പറയുന്ന EWS എന്നുള്ളതല്ല, NCL ഈ ഒരു ഡേറ്റിനുള്ളിൽ ജനുവരി 1 ഡിസംബർ 4 SC/ST കാറ്റഗറി ഉള്ളവര് ജാനുവരി 1 ഡിസംബർ 4 ഇടയിൽ ഡേറ്റിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബ് പർപ്പസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ കാര്യവും കഴിഞ്ഞു, ആ സംശയവും കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അതിൽ സംശയം ഉണ്ടാകത്തില്ലെന്ന് കരുതുന്നു. നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നു. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കാണിച്ചിട്ട് ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്ലൈ ചെയ്യാൻ പോകുന്നവര് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതിൽ പലരും ലാഗാണ്, എനിക്കൊരു ഇഷ്യൂസും ഇല്ല, താല്പര്യമുള്ളവർ കണ്ടാൽ മതി എന്നുള്ള രീതി തന്നെയാണ്. ഓക്കെ, പലർക്കും പലതുണ്ട്, അവർക്ക് വേറെ എവിടെ എന്തോ ജോലിയുണ്ട്, ജോലിയുള്ളവർ ആ ജോലിക്ക് പോകുക, കാണേണ്ട കാര്യമില്ല, വീഡിയോ കാണേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ള നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യുന്ന വീഡിയോകൾ 2.5 മണിക്കൂർ 3 മണിക്കൂറും കണ്ണെടുക്കാതിരുന്ന് കാണും. എന്നാൽ സ്വന്തം ഭാവി കെട്ടിപ്പടുക്കാനുള്ള ജോലി നേടുവാനുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഇരുന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാണണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട, നിങ്ങൾ തെറ്റി അപ്ലൈ ചെയ്യൂ. ദർ ഇസ് നോ ഇഷ്യൂസ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നമ്മുടെ ടയർ 1ന്റെ സിലബസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ടയർ 1ന്റെ സിലബസ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ടയർ 1 ജനറൽ റീസണിങ് പാർട്ട് 1 ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു. പാർട്ട് 1 ജനറൽ റീസണിങ്, പാർട്ട് 2 ന്യൂമറിക്കബിലിറ്റി, പാർട്ട് 3 ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി, പാർട്ട് 4 ജനറൽ നോളജ്, പാർട്ട് 5 ലാംഗ്വേജ് കോമ്പറ്റൻസിയുടെ ഇംഗ്ലീഷ് പേപ്പർ, പാർട്ട് 6 എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പറ്റൻസിയുടെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. നോക്കിക്കോളാം. പാർട്ട് 1 ജനറൽ റീസണിങ്, പാർട്ട് 2 ന്യൂമറിക്കബിലിറ്റി, പാർട്ട് 3 ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി, പാർട്ട് 4 ജനറൽ നോളജ്, പാർട്ട് 5 ലാംഗ്വേജ് കോമ്പറ്റൻസി, പാർട്ട് 6 ലാംഗ്വേജ് കോമ്പറ്റൻസി ടെസ്റ്റിൽ വരുന്ന മോഡേൺ ലാംഗ്വേജിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ പാർട്ടുകൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ഇതിനുശേഷം ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, മോഹൻലാൽ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നോക്കിക്കോളേ. പാർട്ട് 1 to 4 കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്ക് വരുന്നത്. സദയം ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ പാർട്ട് 1 to 4, പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ജനറൽ റീസണിംഗ് ആണ്, പാർട്ട് 2 എന്ന് പറയുന്നത് ന്യൂമറിക്കബിലിറ്റി ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആണ്, പാർട്ട് 4 എന്ന് പറയുന്നത് ജനറൽ നോളജ് ആണ്. അപ്പൊ പാർട്ട് 1 to 4 ദ ക്വസ്റ്റ്യൻ 1 to 80 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങള് പാർട്ട് 1 മുതൽ 4 വരെയുള്ളത് മീൻസ് നമ്മുടെ ജനറൽ റീസണിങ്ങും ന്യൂമറിക്കബിലിറ്റിയും കമ്പ്യൂട്ടറും ജനറൽ നോളജും. ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ടയർ 1 ഫോർ ഓൾ അതർ പോസ്റ്റ് ആൻഡ് അതോടെ കിടന്നോട്ടെ. രണ്ടാമതായിട്ട് പറയാം, അത് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വരുന്നതാണ്. നോക്കിക്കോണം. ഫോർ ബൈലിംഗ്വൽ നോക്കിക്കോണേ, വിൽ ബി ബൈലിംഗ്വൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓൺ ഫോർ നോക്കിക്കോണം. സെന്റൻസ് ഒരുമിച്ച് വായിക്കാം. ക്വസ്റ്റ്യൻ 1 to 80 ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ടയർ 1 ഫോർ ഓൾ അതർ പോസ്റ്റ് ആൻഡ് part 1 and 2 the question number 1 to 60 of question paper of tier 1 for multitasking staff will be bilingual in English. അതായത് നിങ്ങൾക്ക്
TGT, PGT, PRT എഴുതാൻ നിൽക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുടെ പാർട്ട് 1 to 4 വരെയുള്ള നിങ്ങളുടെ ടോപ്പിക്കിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ബൈലിംഗ്വൽ ആയിരിക്കും. അതായത് ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ in English and one of the 12 other ഭാരതീയ ഭാഷ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. ഭാരതീയ ഭാഷ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്യാം. ആ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി, അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്കു, ഉറുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അവിടെ 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ എഴുതുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കൂടെ ഹിന്ദി അല്ലാതെ മലയാളം തന്നെ ലഭിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ മലയാളം ക്വസ്റ്റ്യനുകൾ കിട്ടും, ഇംഗ്ലീഷിന്റെ കൂടെ മലയാളം കൂടി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹിന്ദിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിന്റെ കൂടെ ഹിന്ദി ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ മലയാളമാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മലയാളം കൂടി കിട്ടും. അപ്പൊ ലോട്ടറി അടിച്ചില്ലേ, എനിക്ക് ഇംഗ്ലീഷ് പ്രശ്നമാണ്, എനിക്ക് ഹിന്ദി പ്രശ്നമാണ് എന്ന് വിലപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള EMRS പോലുള്ള, KVS പോലുള്ള, NVS പോലുള്ള എക്സാം എഴുതാതെ കുത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നല്ല ഓഫർ തന്നിരിക്കുന്നു. മലയാളത്തിൽ എഴുതാന്നേ, മലയാളത്തിൽ പഠിക്കാന്നേ, മലയാളത്തിൽ പോയി എഴുതി പാസ്സായിട്ട് ചങ്കൂരത്തോടെ പറയൂ, ഞാൻ KVS എഴുതിയെടുത്തെന്ന്, ഞാൻ NVS എഴുതിയെടുത്തെന്ന്. നിങ്ങൾ ഇതായിരുന്നല്ലോ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹിന്ദി എഴുതിയിട്ടില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എഴുതിയെടുക്കുന്നേ. പിന്നെ ഇംഗ്ലീഷ് പരീക്ഷ ഇംഗ്ലീഷിൽ നടത്താൻ പറ്റുള്ളൂ. അതാണ് അടുത്ത പാർട്ട് 5 എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പറ്റൻസി. അത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് പരീക്ഷ ഇംഗ്ലീഷിലല്ലാതെ മലയാളത്തിൽ എഴുതാൻ പറ്റത്തില്ലല്ലോ. അത് 10 മാർക്കിന് ഇംഗ്ലീഷ് എഴുതിയേ പറ്റുള്ളൂ. അടുത്തതാണ് പാർട്ട് 5 81 to 90 ക്വസ്റ്റ്യൻസ്. അത് ഇംഗ്ലീഷാണ്, അത് ഇംഗ്ലീഷിലാണ് പറ്റുള്ളൂ. അടുത്തത് നെക്സ്റ്റ് പാർട്ട് 6, നെക്സ്റ്റ് പാർട്ട് 6 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾ പരിതപിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ മുട്ടാപ്പോക്ക് ന്യായം, ഡിഫൻസ് മെക്കാനിസം, റാഷണലൈസേഷൻ പറഞ്ഞുകൊണ്ടിരുന്ന, സ്വാർഗേപ്പിസം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരും എന്തുകൊണ്ട് KVS എഴുതുന്നില്ല, എന്തുകൊണ്ട് NVS എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഒരു അടി തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഹിന്ദിയിൽ എഴുതണ്ട, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ, നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ. പറഞ്ഞിരിക്കുന്നു പാർട്ട് 6 ലാംഗ്വേജ് കോമ്പറ്റൻസി ഓൺ അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾ ഹിന്ദി എഴുതണമെന്നില്ല, ഹിന്ദി വേണ്ട. നിങ്ങൾക്ക് ഹിന്ദിക്ക് പകരം മറ്റ് 17 ഭാഷകൾ തന്നിട്ടുണ്ട്. ഹിന്ദി കൂടാതെ ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 2 ഭാഗത്തും 1 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മലയാളം തിരഞ്ഞെടുക്കാം, മലയാളം കൂടി ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മലയാളത്തിൽ കിട്ടും. ഇവിടെയും 91 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെയും നിങ്ങൾക്ക് മലയാളം ഓപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഹിന്ദി എഴുതണ്ട, നിങ്ങൾ ഹിന്ദി എഴുതണ്ട, മലയാളത്തിൽ പഠിച്ചോ. ഓക്കെ. പിന്നെ ഈ പരിപാടി ഇങ്ങോട്ട് വരരുത്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മലയാളം നിങ്ങളുടെ ഭാഷയാണ് പ്രശ്നം, ഇംഗ്ലീഷ് ടീച്ചറിന് പോലും ഇംഗ്ലീഷ് പ്രശ്നമാണ് എന്നുള്ള അവസ്ഥയിൽ ഇതാ നിങ്ങൾക്ക് മാറ്റി തന്നിട്ടുണ്ട്, ബമ്പർ ഓഫർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അത്ര കാര്യങ്ങൾ അവിടെ പറയാനുള്ളത്. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അവിടെ പറയാനുള്ളത്. KVS-ഉം NVS-ഉം കമ്പൈൻസിലാണ് വിളിച്ചിരിക്കുന്നത്. ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. അതിൽ വൈസ് പ്രിൻസിപ്പളും അസിസ്റ്റന്റ് കമ്മീഷണറും കൂടാതെ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ KVS-ൽ PGT ഹിന്ദി, PGT ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി പഠിച്ചവരിങ്ങ് പോരെ കേട്ടോ. നിങ്ങൾക്ക് B.Ed ഒന്നും വേണ്ട, C.Ed വേണ്ട, ഇങ്ങ് പോരെ, അയച്ചോളൂ PGT. ദെൻ NVS-ൽ ഏതാണ് PGT നോക്കൂ. NVS-ൽ വിളിച്ചിരിക്കുന്ന PGT-കൾ ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് വിളിച്ചിരിക്കുന്നു PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ NVS-ൽ വിളിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. ദെൻ എക്കണോമിക്സ്, ദെൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൽ PGT വിളിച്ചിരിക്കുന്നതൊക്കെ നോക്കൂ. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ മലയാളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദെൻ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ KVS-ൽ TGT ഏതൊക്കെയാണ്? ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം. നമ്മുടെ ക്ലാസ്സിലെ സംസ്കൃതത്തിലുള്ള ആരും ഉണ്ടല്ലോ, ചോദിച്ചവർ ഒത്തിരി പേരുള്ള സംസ്കൃതം വിളിച്ചിട്ടുണ്ട്. സീറ്റഡുള്ളവരിന് പോരെ, സീറ്റഡുള്ള സംസ്കൃതത്തിന് പോരെ. സംസ്കൃതം, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, സയൻസ്, ഫിസിക്സ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ആർട്ട് വർക്ക് എക്സ്പീരിയൻസിനും B.Ed-ഉം C.Ed-ഉം ചോദിച്ചിട്ടുണ്ട്. ഇനി ലൈബ്രറിയുടെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ NVS-ൽ നവോദയ വിദ്യാലയത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ്, SS, മാത്സ്, സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. ആർട്ട് ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, TGT മ്യൂസിക്, ലൈബ്രറി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിൽ NVS-ൽ ഇതാ വിളിച്ചിരിക്കുന്നു. മലയാളികൾക്ക് ഒരു സുവർണാവസരം. മലയാളത്തിൽ C.Ed 2 ഉള്ള, മലയാളത്തിൽ BA മലയാളമുള്ള, B.Ed ഉള്ള, C.Ed 2 ഉള്ളവർക്ക് എത്ര പോസ്റ്റ്? 12 പോസ്റ്റ് തന്നിരിക്കുന്നതോടെ മലയാളം കാര്യങ്ങൾ പോരെ, നിങ്ങളുടെ ജോലി കയ്യിൽ തന്നിരിക്കുന്നു. 12 പോസ്റ്റ് മതി. അതുപോലെ KVS-ൽ എന്ത് വിളിച്ചിട്ടുണ്ട്? പ്രൈമറി ടീച്ചർ വിളിച്ചിട്ടുണ്ട്. 1089 വേക്കൻസി ജനറലിന്. EWS-ന് 268,
OBC-ക്ക് 724, SC 402, SC-ക്ക് 402, ST 201, മൊത്തം 2684 പോസ്റ്റുമായിട്ട് വിളിച്ചിരിക്കുന്നവരുടെ ജോലി ഇല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ എന്നല്ലേ പറയുന്നത്? അതാ വിളിച്ചിരിക്കുന്നു. DL-Ed, CTET-2, CTET-1 ഉള്ളവർ ഇന്ന് പോരെ. ഓക്കെ, അതുപോലെ PRT മ്യൂസിക്. നോൺ ടീച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ജനറലിന്റെ ഏജ് കുറച്ച് പരിതാപകരമാണ്. 27-30 ഈ പോസ്റ്റുകൾക്ക് എല്ലാം വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് വീഡിയോ ഒരു നോൺ ടീച്ചിങ് ആയിട്ട് ചെയ്തു തരാം. ഇതിൽ സമയം കൂടി പോകും. ഫസ്റ്റിനോയും ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റും സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റും ജൂനിയർ ട്രാൻസ്ലേറ്ററും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഫിനാൻസ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ആയിട്ട് ഏകദേശം ധാരാളം പോസ്റ്റുകൾ അവിടെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ജനറൽ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ടയർ 1-ന്റെ വിശദമായ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ളവർ, കയ്യിലുള്ളവർ ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ നോക്കുക. അല്ലാത്തവർ വാങ്ങിക്കുക. സാവധാനത്തിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് അല്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം ഇതിലപ്പുറം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം സമാധാനത്തോടെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പോയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം പഠിക്കുവാനായിട്ട് ആരംഭിക്കുക. നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് നല്ലൊരു ആദായം ഏകദേശം 75% ഓഫറോട് കൂടി നിങ്ങൾക്ക് കോഴ്സുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ 7736750473 പറയുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ അല്ലാതെയോ ചോദിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം എല്ലാ എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ, പഠിക്കൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലി നേടൂ എന്നതാണ് എന്റെയും നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നതായിരിക്കും. ഇനി ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയോ ഡയറക്റ്റ് വിളിച്ചോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒന്ന് താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.